ഹായ്, നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്റർ MSc മാത്സിലെ ടോപ്പോളജി എന്ന് പറയുന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളായ കണക്റ്റഡ് സ്പേസ് ആണ്. അപ്പം കണക്റ്റഡ് സ്പേസിൽ എന്താണ് കണക്റ്റഡ് സ്പേസ് എന്ന് പറയുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ്. എ സെപ്പറേഷൻ ഓഫ് എക്സ് ഈസ് എ പെയർ യു കോമ വി ഓഫ് ഡിസ്ജോയിൻറ്റ് നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ് ഹൂസ് യൂണിയൻ ഈസ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ്, അതിനെ സെപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു പെയറും യുവും വിയും. ആ യുവും വി എന്തായിരിക്കണം? ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ്. എക്സിൻ്റെ ഓപ്പൺ സബ്സെറ്റ് ടോയിലുണ്ടാവുന്ന നമ്മളൊരു ടോപ്പോളജി ടോ ഇരിക്കഴിഞ്ഞാൽ അതിലെ എലമെൻ്റൊക്കെ ഓപ്പൺ സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ അതിലെ എലമെൻറ്റ് നമുക്കൊരു യുവും വിയും പറയാൻ പറ്റണം. അതെന്തായിരിക്കണം? നോൺ എംപ്റ്റി ആയിരിക്കണം. എംപ്റ്റി ആവാൻ പാടില്ല. അതിലെ എലമെൻറ്റ് വേണം. ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യുവും വിയും എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ചെയ്ത എന്തായിരിക്കണം? ഫൈ കിട്ടണം. കോമൺ എലമെൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഹൂസ് യൂണിയൻ ഈസ് എക്സ്. നമ്മൾ യൂണിയൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? എക്സ്. അതായത് യു യൂണിയൻ വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് തന്നെ, നമ്മൾ എടുത്ത ടോപ്പോളജിക്കൽ സ്പേസ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സെപ്പറേഷൻ എന്ന് പറയും. സെപ്പറേഷൻ ഓഫ് എക്സ്. ഇതിനെയാണ് നമ്മൾ എക്സിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ദ സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു ബി കണക്റ്റഡ് ഇഫ് there does not existed a separation. അതായത് ഒരു സ്പേസ് എക്സിനെ നമ്മൾ കണക്റ്റഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെപ്പറേഷൻ പോലും, അതായത് ഒരു യുവും വിയും, ഇങ്ങനെയുള്ള ഒരു യുവും വിയും നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ സ്പേസിന് എന്ത് പറയും? കണക്റ്റഡ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എക്സ് എന്ന് പറയുന്നത് ABCD എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ടോപ്പോളജി പറയണ്ടേ? ടോ എന്ന് പറയുന്നത് എന്തെടുത്തു? എക്സ് ഉണ്ട്, ഫൈ ഉണ്ട്, സിംഗിൾട്ടൺ A ഉണ്ട്, B ഉണ്ട്, CD ഉണ്ട്, AB ഉണ്ട്, ABD ഉണ്ട്, BCD ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് പറയണം? എക്സ് എന്ന് പറയുന്നൊരു ടോപ്പോളജിക്കൽ സ്പേസ് എടുത്തു, അതിൻ്റെ ടോ എഴുതി കൊടുത്ത് സെപ്പറേഷൻ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് യുവും വിയും ഡിസ്ജോയിൻറ്റ് നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ്. അതായത് ഇതിന്ന് രണ്ട് എലമെൻറ്റ്, ഈ ടോയിൽ രണ്ട് എലമെൻറ്റ്, അതാണല്ലോ ഓപ്പൺ സബ്സെറ്റ് എന്ന് പറയുന്നത്. അത് എംപ്റ്റി അല്ലാത്ത രണ്ടാൾക്കാരെടുക്കുക. അത് രണ്ടും എന്തായിരിക്കണം? ഡിസ്ജോയിൻറ്റും ആയിരിക്കണം. യൂണിയൻ എടുത്ത് എക്സും കിട്ടുന്ന രണ്ടാൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്ക്. ഞാനിപ്പോൾ യു എന്ന് പറയുന്നത് സിംഗിൾട്ടൺ A എടുത്തു എന്ന് വിചാരിക്കുക. എന്തായാലും ഇപ്പം യു എന്ന് പറയുന്നത് ആദ്യം എന്താക്കുക? നമ്മൾ എക്സ് എടുത്ത് നോക്കാം. യു എക്സും വി എന്ന് പറയുന്നത് ഫൈയും എടുക്കാൻ പറ്റുമോ? കാരണം എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നർത്ഥം. നമ്മൾ എന്ത് പറയും? നോൺ എംപ്റ്റി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫൈ എടുക്കാൻ കഴിയില്ല. കൂടാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേറെ ഇപ്പോൾ ഞാൻ യു എക്സ് എടുത്തിട്ട് വി എന്ന് പറയുന്നത് സിംഗിൾട്ടൺ A എടുത്ത് കഴിഞ്ഞാൽ യു ഇൻ്റർസെക്ഷൻ വി ചെയ്ത കോമൺ ആയ സിംഗിൾട്ടൺ A ഉണ്ടാവില്ല. കാരണം എക്സ് എന്ന് പറയുന്നത് ABCD അല്ലേ. അപ്പം ഇൻ്റർസെക്റ്റ് ചെയ്ത A ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സും ഫൈയും എടുക്കാൻ പറ്റില്ല. വേറെ ആൾക്കാർ എടുത്ത് നോക്കണം. അപ്പോൾ ഞാൻ എന്താക്കി? യു എന്ന് പറയുന്നത് സിംഗിൾട്ടൺ Aയും, അപ്പം ഇത് പറ്റില്ല, ഇത് പറ്റില്ല. ഓക്കെ. ഇനി വി എന്ന് പറയുന്നത് ഞാൻ ബിയും എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ യു യൂണിയൻ വി എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? AB ആണ് കിട്ടുന്നത് അല്ലേ. എക്സ് കിട്ടുന്നുണ്ടോ? എക്സ് എന്ന് പറഞ്ഞാൽ ABCD. നമുക്ക് ഫുൾ ABCD കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തല്ല? യുവും വിയും AB എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ A എടുത്തു, അപ്പം B എടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത ബി എന്ന് പറയുന്നത് എന്തെടുത്തു? CD എന്ന് എടുത്തു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ യു യൂണിയൻ വി ചെയ്യുന്ന സമയത്ത് ACD കിട്ടുന്നല്ലേ. B ഇല്ല, നമുക്ക് എക്സ് കിട്ടണമല്ല. യു യൂണിയൻ വി ചെയ്താൽ എന്താ കിട്ടേണ്ടത്? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ABCD കിട്ടുന്നുണ്ടോ? ഇല്ല, B ഇല്ല. അപ്പോൾ വി എന്തെടുക്കാൻ കഴിയില്ല? CD എടുത്തിട്ട് കാര്യമില്ല. ഇനി വി എന്ന് പറയുന്നത് എന്തെടുക്കുക? AB എടുത്ത് നോക്കാം. അടുത്തത് എന്താ? AB എടുത്ത് നോക്കിയാൽ AB എടുത്തുന്ന സമയത്ത് യു യൂണിയൻ വി ചെയ്ത് എന്തെന്നെ കിട്ടുന്നത്? AB തന്നെ കിട്ടുന്നത്, എക്സ് കിട്ടുന്നില്ല. അപ്പം AB എടുത്തിട്ടും കാര്യമില്ല. അടുത്തത് എന്താ? ABD എടുത്ത് നോക്കാം. അടുത്തത് ABD എടുത്ത് നോക്കാം. അന്നേരം യൂണിയൻ ചെയ്യുന്ന സമയത്തോ ABD തന്നെയല്ലേ കിട്ടുന്നത്, നമുക്ക് C ഇല്ല. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടണം? എക്സ് കിട്ടണ്ടേ. അപ്പോൾ ഇതുകൊണ്ടും കാര്യമില്ല. നമ്മൾ അടുത്ത ആൾ ആരെടുക്കും? BCD എടുത്ത് നോക്കും.
അന്നേരം നോക്കണേ, യൂണിയൻ ചെയ്ത് എന്ത് കിട്ടും? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്ത് നോക്കിയാൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം കറക്റ്റായില്ലേ? നമ്മൾ ഡെഫിനേഷൻ എന്തായിരുന്നു? സെപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ ഒരു യുവും വിയും എടുക്കണം. നമുക്കിവിടെ യു എന്ന് പറയുന്നത് സിംഗിൾട്ടൺ എയും വി എന്ന് പറയുന്നത് ബി സി ഡിയും എടുത്ത് ഡിസ്ജോയിൻ്റ് ആണ്. കാരണം അതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, നോൺ എം ടി ആണ്. അതായത് നോൺ എം ടി എന്ന് പറഞ്ഞാൽ എം ടി ആവാൻ പാടില്ല. എം ടി അല്ല, എലമെൻ്റ് ഉണ്ട്. ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. എക്സിൻ്റെ സബ്സെറ്റ് ആണല്ലോ നമ്മളെടുത്ത്. ഹൂസ് യൂണിയൻ ഈസ് എക്സ്. അതിന് യൂണിയൻ ചെയ്യുന്ന സമയത്ത് എക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ നമുക്ക് പറയാം? ഈ സെപ്പറേഷൻ ഓഫ് എക്സിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതൊരു സെപ്പറേഷൻ. ഇനി വേറൊരു സെപ്പറേഷൻ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് യു എന്ന് പറയുന്നത് എ ബിയും വി എന്ന് പറയുന്നത് സി ഡിയും എടുത്ത് നോക്കിയാൽ അന്നേരം യു യൂണിയൻ വി എന്ന് പറയുന്നത് എ ബി സി ഡിയും യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറയുന്നത് ഫൈയും കിട്ടുന്നില്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു യുവും വിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെപ്പറേഷൻ, ഒരു സെപ്പറേഷൻ അല്ല, ഒന്നിൽ കൂടുതൽ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഈ സ്പേസ് എന്താണ്? സെപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ഈസ് സെറ്റ് ടു ബി കണക്റ്റഡ് ഇഫ് ദ ഡസ് നോട്ട് എക്സിസ്റ്റഡ് ഒരു സെപ്പറേഷൻ കൂടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. എക്സ് എന്ന് പറയുന്നത് എ ബി സി എന്നെടുത്തു. ടു എന്ന് പറയുന്നത് എക്സ് ഫൈ എ ബി ബി സി ബി എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു യുവും വിയും കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു യുവും വിയും കണ്ടെത്താൻ പറ്റുന്നില്ല, നമുക്കത് കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഞാൻ എന്തായാലും എനിക്ക് യുവും വിയും എക്സും ഫൈയും എടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ യു എന്ന് പറയുന്നത് എ ബി എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, എ ബി. വി എന്ന് പറയുന്നത് ബി സി എടുത്തു. അങ്ങനെയാണ് യു യൂണിയൻ വി ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി കിട്ടും. പക്ഷെ ഇൻ്റർസെക്റ്റ് ചെയ്ത് നോക്കിയാൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കോമൺ ആയിട്ട് വരുന്നുണ്ട്? ബി കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇത് പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പം എ ബിയും ബി സിയും എടുത്തിട്ട് കാര്യമില്ല. അടുത്ത എന്തെടുത്ത് നോക്കിയാൽ യു എ ബി തന്നെ എടുക്കുക. വി എന്ന് പറയുന്നത് ബി എടുത്തു കഴിഞ്ഞാലും എന്ത് വരും? യു യൂണിയൻ വിയിൽ ബി കോമൺ യൂണിയൻ ചെയ്യുന്ന സമയത്ത് എ ബി മാത്രമേ വരുന്നുള്ളൂ. യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളും കിട്ടുകയും ചെയ്യണം, പോരായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ബി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെടുത്തതിനാലും യുവും വിയും എങ്ങനെ എടുത്തതിനാലും നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഫുള്ളായിട്ട്. അതായത് ഇപ്പം ഞാൻ എ ബിയും ബി സിയും എടുക്കുന്ന സമയത്ത് എക്സ് കിട്ടുന്നുണ്ട് യൂണിയൻ ചെയ്താൽ, പക്ഷേ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫൈ കിട്ടുന്നില്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഒരു സെപ്പറേഷനാണ്. ഒരു സെപ്പറേഷൻ കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു യുവും വിയും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് എന്താവുന്ന രീതിയിൽ ഡിസ്ജോയിൻ്റ് നോൺ എം ടി ഓപ്പൺ സബ്സെറ്റ് ആവുന്ന രീതിയിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഫൈ ആവുന്നതും യൂണിയൻ എക്സ് ആവുന്ന രീതിയിൽ നമുക്കൊരു യുവും വിയും കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഇതെന്താണ്? കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.